രമേശ് ചെന്നിത്തല ആദ്യം മന്ത്രിയായത് 4 പതിറ്റാണ്ട് മുമ്പാണ്. 28-ാം വയസ്സിൽ ഇളം മുറക്കാരനായി. 40 വർഷത്തിനിപ്പുറം വി ഡി സതീശൻ മന്ത്രിസഭയിൽ ചുമതലയേൽക്കുമ്പോൾ കോൺഗ്രസിലെ തലമുതിർന്ന നേതാവ്, ആർക്കും നിഷേധിക്കാനാവാത്ത കരുത്തനും അതേസമയം സൗമ്യനുമായ നേതാവ്. കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന മന്ത്രിയായിരുന്ന ചെന്നിത്തല ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഓപ്പറേഷൻ കുബേരയിലൂടെ കൊള്ളപ്പലിശക്കാരെ വെട്ടിനിരത്തിയ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഇടതുമുന്നണിയുടെ ഉറക്കം കെടുത്തി. വീണ്ടും ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത ചെന്നിത്തല ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തുമെന്നുറപ്പാണ്. സംസ്ഥാനത്തെന്ന പോലെ പുറത്തും വേരുകളുള്ള ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിലെ പ്രമുഖർക്കൊപ്പം ഒത്തുനിൽക്കാൻ കഴിഞ്ഞതിൻ്റെ പാരമ്പര്യ തികവും ആവോളമുണ്ട്. MLA ആയും MP ആയും മന്ത്രിയായും പ്രതിപക്ഷ നേതാവായുമൊക്കെ പയറ്റിത്തെളിഞ്ഞ പ്രാവീണ്യവും. വൻ തരംഗമുയർത്തി കേരളത്തിൽ UDF വിജയം കൊയ്തപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുവന്ന പേരുകളിലൊന്ന് രമേശ് ചെന്നിത്തലയായതിൽ അതിശയം ഒട്ടുമില്ല. ആർക്കും സമീപിക്കാവുന്ന, ആരെയും സൗഹൃദത്തിൻ്റെ തണൽപ്പരപ്പിൽ ചേർത്തു നിർത്തുന്ന നേതാവാണ് ഈ ചെന്നിത്തലക്കാരൻ. പൊതുപ്രവർത്തനത്തിലെത്തിയപ്പോൾ പഠിച്ച ഹിന്ദി നന്നായി പ്രയോഗിച്ച രമേശ് ചെന്നിത്തല ദേശീയ തലത്തിലും താരമായി. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല ഗ്രാമത്തിൽ വി രാമകൃഷ്ണൻ നായരുടെയും ദേവകി അമ്മയുടെയും മകനായി 1956 ജൂൺ 6 ജനനം. ഹിന്ദി പ്രചാര സഭയിൽ നിന്ന് ഹിന്ദി വിശാരദ് പൂർത്തിയാക്കി. ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദവും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. KSUവിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ചെന്നിത്തല സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും നേതൃപാടവം കാട്ടി. KSU പ്രസിഡന്റായിരിക്കെ ചെന്നിത്തല നടത്തിയ ഹിന്ദി പ്രസംഗത്തിൽ ആകൃഷ്ടനായ രാജീവ് ഗാന്ധിയാണ് ദേശീയ തലത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയത്. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. 1982 ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ചെന്നിത്തല 1989, 91, 96 വർഷങ്ങളിൽ കോട്ടയത്തു നിന്നും 99 മാവേലിക്കരയിൽ നിന്നും ലോകസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 1997 AICC ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ പകരക്കാരനായി KPCC പ്രസിഡന്റായി ചുമതലയേറ്റു. 2004 മുതൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. 2011 ഹരിപ്പാട് നിന്ന് വീണ്ടും നിയമസഭാംഗമായ ചെന്നിത്തല 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ UDF മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് പിളർന്ന് വലിയൊരു വിഭാഗം A ഗ്രൂപ്പായപ്പോൾ K കരുണാകരനൊപ്പം ഉറച്ചുനിന്ന ചെന്നിത്തല I ഗ്രൂപ്പിൻ്റെ പതറാത്ത പതാകവാഹകനായി. എല്ലാ തിരക്കുകൾക്കുമിടയിലും വായനയും എഴുത്തുമൊക്കെ കൂടെ കൊണ്ടു നടക്കുന്ന ഈ നേതാവ് നിയോഗം എന്ന പേരിൽ നോവലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാര്യ അനിത യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. രോഹിതും രമിതുമാണ് മക്കൾ. ജയപരാജയങ്ങളിലും പ്രതിസന്ധികളിലും കൂസാത്ത ചെന്നിത്തല പാർട്ടിക്കും പ്രവർത്തകർക്കും എന്നും പ്രിയങ്കരനായി തുടരുന്നു. ഇനി മന്ത്രിമാരിൽ മുഖ്യനായി പുതിയ ദൗത്യങ്ങൾ. നാട്യങ്ങളില്ലാത്ത നാട്യംപുറത്തിൻ്റെ നന്മയുമായി എന്നും നമുക്കിടയിലുള്ള ചെന്നിത്തല പുതിയ നിയോഗമേറ്റെടുക്കുമ്പോൾ അതിന് പ്രതീക്ഷയേറുന്നു, മാധുര്യവും. ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.